അപ്പോൾ ഞാനിത് പറയുന്നത് ഇത്രയും ഒരു കാര്യം ചെയ്തിട്ട് 5 വർഷക്കാലം ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. കൊട്ടാരക്കരയുടെ MLA യും സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഇനി വിളിച്ചത്. ട്രഷറി അടച്ചു പൂട്ടുമെന്നുള്ള നിരന്തരമായ കാര്യം കടക്കണിയിലാണെന്നുള്ള കാര്യം, കടക്കണിയിലല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ്റെ ധനകാര്യ കാര്യങ്ങളിലെ മെച്ചപ്പെടേണ്ട കാര്യത്തിൽ കേരളം വളരെയേറെ മുന്നിൽ വന്ന് C&AGയും പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ സ്ഥിതി ഉണ്ടെങ്കിലും പ്രതിപക്ഷം ഇപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. 2-3 മാസക്കാലം ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തടസ്സം വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. വളരെയേറെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ ധനകാര്യ വകുപ്പിനുണ്ടാകുന്ന ഈ പ്രഷർ. ഫൈനാൻഷ്യൽ പ്രഷർ സത്യത്തിൽ വ്യക്തിപരമായ ആരോഗ്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യമാണ്. അത്രയേറെ പ്രഷറുള്ളൊരു വകുപ്പാണ് ധനകാര്യ വകുപ്പ്. ആ ധനകാര്യ വകുപ്പ് 5 വർഷക്കാലം ഈ മാർച്ചൂടെ കഴിഞ്ഞോടുകൂടി 5 വർഷക്കാലം വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവാക്കാൻ പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ ഈ വർഷം മാത്രം പെൻഷന്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് കൊടുത്തത് 13,684 കോടിയാണ്. 5 വർഷക്കാലം കൊണ്ട് സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് ചിലവാക്കിയത് 51,534 കോടി രൂപയാണ്. ഇത്രയും തുക നമുക്ക് 5 വർഷം കൊണ്ട് ചിലവാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കിഫ്ബി ആകെ ചിലവാക്കിയതിനേക്കാളും കൂടുതൽ തുക, എന്നാൽ കിഫ്ബിയുടെ വർക്കുകൾ ഏറ്റെടുത്തേക്കുന്ന 1,10,000 കോടിയാണ്. കിഫ്ബി ആകെ സ്പെൻഡ് ചെയ്തേക്കുന്ന തുകയേക്കാളും കൂടുതൽ 5 വർഷം കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷന് മാത്രം സർക്കാർ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 34,000 കോടിയാണ് കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 9,000 കോടിയാണ് കൊടുത്തത്. അവിടെ നിന്നാണ് നമ്മൾ ഈ 51,500 കോടിയിലേക്ക് വർദ്ധിച്ചത്. ഇത് പിന്നെ ഈ ഒരു മേഖലയെ മാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ചിലവുകളുടെ എല്ലാം കണക്ക് ഇതിനകത്തുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ മാസം മുതൽ അവർക്ക് പുതുക്കിയ ഏറ്റവും ഇതുവരെ പ്രഖ്യാപിച്ച DAയുടെ ഉൾപ്പെടെ എല്ലാ തുകയും ചേർത്തിട്ടാണ് കിട്ടുക. അപ്പോൾ ഒരു മാസം ഒരു 500 കോടിയോളം രൂപയുടെ 490 കോടി രൂപയുടെ അധിക ചിലവ് ഒരു മാസം വരും. ശമ്പളം, പെൻഷൻ അതിപ്പോൾ നമ്മൾ അനുവദിച്ചു തുടങ്ങി. ഈ മാസത്തെ ശമ്പളത്തോടു കൂടി കിട്ടി തുടങ്ങും. വീട്ടമ്മമാരുടെ 1000 രൂപ പ്രതിമാസ സഹായം കൊടുക്കുന്നതിനും 323 കോടി രൂപ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും പണം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുകയും, സംസ്ഥാനത്ത് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി, സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളെയും ബാധിക്കുന്ന, എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന, എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നതാണ്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വികസനത്തിന് ആവശ്യമായ പണം കൊടുക്കുവാനും ഒരു പണവും പെൻഡിങ് ഇല്ലാതെ ആകെ ഉള്ള പണം DAയുടെ കുടിശ്ശിക കൊടുക്കാനും DADR കുടിശ്ശിക കൊടുക്കാനുള്ളത് മാത്രമാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് 8 ഗഡുവായിട്ട് കൊടുക്കും. അതിൻ്റെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തുകയും കടവില്ലാതെ മുൻപ് ഏത് കാലത്തേക്കാളും മോശമല്ലാതെ മെച്ചപ്പെട്ട തരത്തിലേക്ക് ധനകാര്യ സ്ഥിതി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാഷ് ബാലൻസ് 4,066 കോടി രൂപയുണ്ട്. കടത്തിലല്ല പോകുന്നത്. 4,000 കോടി രൂപയിലധികം നമ്മുടെ കാഷ് ബാലൻസ് പോസിറ്റീവായിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മേഖല കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തകരാണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാവും. ഇത്രയും മൊത്തം കടത്തിൽ മൈനസിലായിരിക്കും എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ വിചാരിക്കുക. അവിടെ 4,000-ലധികം കോടി രൂപ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ സാമ്പത്തിക വർഷത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും പണം കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റിൽ വെച്ചേക്കുന്നതിനേക്കാൾ അധികമാണെന്നുള്ളതാണ് ഇതിന് പ്രത്യേകത. ബഡ്ജറ്റിൽ കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റാണ് സാധാരണ ധനകാര്യ വകുപ്പിനുള്ളത്. ഇപ്പോൾ കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക്, സുരക്ഷാ പദ്ധതിക്ക് 918 കോടി രൂപയാണ് ബഡ്ജറ്റിൽ. നമ്മൾ അതിനേക്കാൾ 218 കോടി രൂപ അധികം കൊടുത്തു. നമ്മുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 756 കോടി രൂപയാണ് ആകെ ചിലവാക്കിയത്. 400 കോടിയേ ഉള്ളൂ ബഡ്ജറ്റിൽ. അപ്പോൾ ഏകദേശം ഇരട്ടിയോളം തുക അതിനകത്ത് കൊടുത്തു. റേഷൻ സബ്സിഡിക്ക് വെച്ചിരിക്കുന്ന തുകയേക്കാളും 100 കോടി അധികം കൊടുത്തു. KSRTCക്ക് ബഡ്ജറ്റിൽ 1039 കോടി രൂപ ഉള്ളത്. അത് 1626 കോടി രൂപ, 563 കോടി രൂപ അധികമായി കൊടുത്തു. ജൽജീവൻ മിഷൻ ഇടയ്ക്ക് വലിയൊരു പ്രതിസന്ധി വന്നായിരുന്നു. കേന്ദ്രം പൈസ തരുന്നില്ല, ഇപ്പോഴും തരുന്നില്ല. അവർ തരാമെന്ന് പറഞ്ഞിട്ടാണ് വലിയ തുക പകുതി അവർ തരാമെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അത് അവസാനം പൈപ്പെല്ലാം കുഴിച്ചിട്ട് പണം കൊടുക്കാതിരിക്കാൻ പറ്റും. അതിന് കഴിഞ്ഞ വർഷം 3000 കോടി നമ്മൾ നൽകി. അതിൽ നിന്ന് ആകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 560 കോടിയാണ്. ശരിക്കും കിട്ടേണ്ടത് കിട്ടിയില്ല, അതും കൊടുത്തു തീർത്തു. ഇങ്ങനെ ഓരോ മേഖലയിലും കൊടുക്കുന്ന പണത്തെ പറ്റിയുള്ള കണക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചത്. കാരണം ഇപ്പോഴും
ഈ പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കെന്നും ഇവിടെ ആകെ സാമ്പത്തികമായ ബാധ്യതയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് ലേറ്റസ്റ്റായ കണക്കുകളും ബഡ്ജറ്റിൻ്റെ കണക്കുകളും വെച്ച് ഈ കാര്യങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ ഇത് ഓരോ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ കയ്യിൽ നിന്ന് അധികം കൊടുത്തേക്കുന്ന തുകയുണ്ട് 517 കോടി. കൊച്ചി മെട്രോയ്ക്ക് ബജറ്റ് വിഹിതത്തിന് 289 കോടിയാണെങ്കിൽ കൊടുക്കേണ്ടി വന്ന 1227 കോടി. ഇങ്ങനെ ഓരോ മേഖലയിലും ഈ പ്ലാനിൻ്റെ പുറത്തുള്ളത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെൻഷൻ വർദ്ധിപ്പിച്ച് 1600 2000 ആക്കിയതിന് ശേഷം കൊടുക്കുന്ന തുകയുടെ വലിയ വർധന വന്നു. അതുൾപ്പെടെ എല്ലാം കൊടുത്തു തീർത്തു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിളിച്ചത്. കാരണം സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ പറയേണ്ട ഒരു പത്രസമ്മേളനമാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ ഈ വളരെ നന്നായി 5 വർഷക്കാലവും ധനകാര്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനങ്ങളോടുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനിയായാലും ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വരുന്ന സാഹചര്യത്തിൽ വന്നാൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി ഞാൻ ഈ പറഞ്ഞ പോലെ പോസിറ്റീവിൽ തന്നെയാണ് കൊണ്ട് കണക്കുകൾ അവസാനിപ്പിച്ചേക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. വളരെയധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ന്യായമായ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 5 ഗ്യാരണ്ടികളെ പറ്റിയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ആ 5 ഗ്യാരണ്ടികളുടെ കാര്യത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുന്നതല്ലതാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാ കടക്കണിയിൽ ആ കുഴപ്പമാണെന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി 2 ആഴ്ച മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആകെ അവരുടെ സംസ്ഥാനത്തിൻ്റെ GSDPയുടെ 46% വരെ ഇപ്പോൾ കടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള പ്രശ്നമാണ്. അതിന് സഹായം അഭ്യർത്ഥിച്ചാൽ വന്നത്. അവർക്ക് സഹായം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അവർക്ക് മാത്രമല്ല, കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് ഇവർ കാണിക്കുന്ന വിവേചനം തെറ്റായതാണ്. തെറ്റായ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും ചില പരാമർശങ്ങൾ നടത്തി. കേരളം എന്തായാലും അക്കാര്യത്തിനകത്തൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി വരെ കേസിനൊക്കെ പോയത്. പക്ഷേ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി എന്താണെന്നറിയുമോ? ഹിമാചൽ പ്രദേശിൽ അവിടെ ശമ്പളം കൊടുക്കാനായിട്ട് പൂർണ്ണമായി ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ശമ്പളം കൊടുക്കേണ്ടതിനകത്ത് 30% കട്ടിങ് തീരുമാനിച്ചിരിക്കുന്നു. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റിലെ ശമ്പളത്തിന് 30% കട്ടിങ് തീരുമാനിച്ച് ശമ്പള പരിഷ്കരണം നടത്താതിരിക്കുമ്പോഴാണ് കേരളത്തിലെ കാര്യത്തെപ്പറ്റി ഒരു കുറ്റം പറയുന്നത്. കേരള മോഡലാണ്, ഹിമാചൽ പ്രദേശിലെ മോഡലാണ് ഞാനീ പറഞ്ഞത്. ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല. എൻ്റെ കയ്യിലുള്ളത് തെലുങ്കാന ടുഡേ എന്നുള്ള പത്ര. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റുകളിലൊന്നാണ് തെലുങ്കാന. തെലുങ്കാനയിൽ പ്രൊട്ടസ്റ്റ് സൂയിസൈഡ്സ് മൗണ്ട്സ് ആസ് തെലുങ്കാന ഗവൺമെൻറ് ഫെയിൽസ് ടു പേ സാലറീസ് പെൻഡിങ് പേയ്മെൻറ്റ്സ്. അവർ കഴിഞ്ഞ ഇലക്ഷനകത്ത് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച സ്ഥലമാണ്. പെൻഷൻ പറ്റുന്ന ആടെ പെൻഷൻ ആനുകൂല്യം സർക്കാരിൽ, ഞാൻ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിലല്ല, സർക്കാരിൽ പെൻഷൻ പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അവിടെ വളരെ വലിയ സമരം നടക്കുകയാണ്. വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. എന്ന് മാത്രമല്ല, കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നു, ക്യാറ്റ് ഇടപെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു മേഖല മാത്രമല്ല. വാസ്തവത്തിൽ വേറൊരു വാർത്ത പറയുന്നത് അവർ 8 വർഷമായിട്ട് ചില മേഖലകളിലെ പെൻഷൻ്റെ ഡ്യൂസ് കൊടുത്തിട്ടില്ല എന്നാണ്. തെലങ്കാന ഹൈക്കോർട്ട് സെറ്റ്സ് 9th April as deadline for clearance of retirement dues of government employees. ഹൈക്കോടതി ഡയറക്ഷനാണ്. 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പറയുന്നുണ്ടല്ലോ. ഈ ഗ്യാരണ്ടി പറഞ്ഞ സ്റ്റേറ്റുകളുടെ അവസ്ഥ ഞാൻ പറയുകയാണ്. ഇത് ഇപ്പം പെൻഷനും മറ്റും കൊടുക്കുന്നില്ലെങ്കിൽ ക്യാറ്റ് പറയുന്ന വേറെ ചില വർഷങ്ങൾ 8 വർഷക്കാലത്തെ ചില പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്നാണ് പത്രത്തിലെ വാർത്തകളാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് പോലല്ല, നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള തെലുങ്കാനയ്ക്ക് പോലും ഇവർ പറയുന്ന പ്രഖ്യാപനം അല്ലാതെ മാസങ്ങളായിട്ട് ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ ചിലതവർ പ്രഖ്യാപിച്ചു, മാസങ്ങളായിട്ട് കൊടുക്കുന്നേ ഇല്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനകത്തും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനകത്തും ഇങ്ങനെ കൊടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതി സാധാരണ അധികമില്ല. അവിടെയൊക്കെ PSC അപ്പോയിൻമെൻറ്റ് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമില്ല. എന്നിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ സ്ഥിതി ഇതാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ക്ഷേമ പദ്ധതികളുടെ പൈസ കൊടുക്കുന്നില്ല. ഹിമാചൽ പ്രദേശിൽ ശമ്പളം വെട്ടി കുറച്ച് 30% കുറച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ മോഡലാണ്. ആ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അവർ പറയുന്നത് കേരളത്തിൽ ഇത് മൊത്തം കുഴപ്പമാണ് എന്ന് പറയുന്നത്.